ലോകമെമ്പാടുമുള്ള ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെ സ്നേഹത്തോടെ ഗുഡ്നെസ് ടി വി ഒരുക്കുന്ന ഡിവൈൻ വോയിസ് പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലൂടെ നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ, നടത്താനായിട്ട് ആഗ്രഹിക്കുന്നല്ലോ. നന്ദി പറയുന്നു. ഈ ശുശ്രൂഷാ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും ജോലികളിലും ഉത്തരവാദിത്തങ്ങളിലുമായിരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷങ്ങളിലേക്ക് അങ്ങ് ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പുത്രനായ ഈശോയെ യോഹന്നാൻ്റെ സുവിശേഷം 14:23 അങ്ങ് അരുളി ചെയ്തല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അങ്ങയോടൊത്ത് വസിക്കാനായി വചന വഴികളിലൂടെ സഞ്ചരിക്കാൻ ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് വലിയ കൃപ അഭിഷേകം നൽകുന്നതിന്, കരുത്ത് നൽകുന്നതിന്, ശക്തി നൽകുന്നതിന്, അഭിഷേകം നൽകുന്നതിന് ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ നന്ദി പറയുന്നു. ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് വന്ന അപ്പൻ മകനോട്, കുട്ടിയോട് പറഞ്ഞു, മോനെ, മുറ്റത്തിൻ്റെ താഴെ നിൽക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു മരത്തൈ പറിച്ചു കൊണ്ടുവരിക. എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കുട്ടി ഓടി. അവൻ ഓടിപ്പോയി അവനാൽ പറ്റുന്ന ഒരു ചെറിയ തൈ പറിച്ചുകൊണ്ടുവന്നു. പറിച്ചുകൊണ്ടുവന്ന് അപ്പൻ്റെ കൈവശം കൊടുത്തു. അപ്പൻ അത് നിലത്ത് നീളത്തിൽ വെച്ചു. അതിനുശേഷം അവനോട് പറഞ്ഞു, മോനെ, ഇതിനേക്കാൾ അല്പം കൂടെ വലിപ്പമുള്ള ഒരു തൈ പറിച്ചു കൊണ്ടുവരിക, മരത്തിൻ്റെ തൈ. അവൻ വീണ്ടും ഓടി. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യിക്കാനിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ, ചിന്തയോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ അവൻ വീണ്ടും ഓടി. അല്പം കൂടെ വലിപ്പമുള്ള ഒരു മരത്തിൻ്റെ തൈ പറിച്ചു കൊണ്ടുവന്നു. അതും അപ്പൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചു. അതിനുശേഷം പറഞ്ഞു, ഇതിലും വലിപ്പമുള്ള കുറച്ചുണ്ടാകും, ഇനിയുണ്ടല്ലോ വലിപ്പമുള്ളത്. അവൻ വീണ്ടും ഓടി. അവൻ പോയി മറ്റൊരു അല്പം കൂടെ വലിപ്പമുള്ള ഒരു മരത്തിൻ്റെ തൈയിൽ പിടിച്ചു, വലിച്ചു, കിട്ടിയില്ല. രണ്ട് കൈ ഉപയോഗിച്ച് ശക്തിയോടെ വലിച്ചു, എന്നിട്ടും കിട്ടിയില്ല. അവൻ ഒരു കാല് മുന്നിലൂന്നി മറുകാല് പിന്നിലൂന്നി അവൻ ശക്തിയോടെ വലിച്ചു. അത് ഒരു തരത്തിൽ പറിച്ചെടുത്തു. ആ മരത്തൈയുമായി അവൻ അപ്പൻ്റെ അടുത്ത് വന്നു. അപ്പൻ അത് വാങ്ങിച്ചു വെച്ചു. അതിനുശേഷം അവനോട് പറഞ്ഞു, മോനെ, ഇതിലും വലിപ്പമുള്ള ഒരു തൈ കൂടെ മോൻ പറിച്ചു കൊണ്ടുവരണം. ഇനിയുമുണ്ടല്ലോ ഇതിലും വലിപ്പമുള്ള തൈകൾ. ഏറ്റവും വലിപ്പമുള്ള തൈകളാണ് ഇനി ഉദ്ദേശിച്ചത്. ഏതായാലും അവൻ വീണ്ടും അപ്പൻ പറഞ്ഞ ഈ കാര്യം വളരെ സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടുകൂടി അവൻ പോയിട്ട് അവനാൽ ആവുന്ന രീതിയിൽ ആ തൈ പറിക്കാനായിട്ട് ശ്രമിച്ചു നോക്കുകയാണ്. പക്ഷേ മുമ്പ് ചെയ്തതുപോലെ ഇരുകരങ്ങളും ഒരുപോലെ പിടിച്ചു, ഒരു കാല് മുന്നിലൂന്നി ഒരു കാല് പിന്നിലൂന്നി, എന്നിട്ടും കിട്ടിയില്ല. വീണ്ടും ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു തരത്തിൽ അത് കഷ്ടപ്പെട്ട് അവനത് പറിച്ചുകൊണ്ടുവന്നു അപ്പൻ്റെ അടുത്ത് കൊടുത്തു വെച്ചപ്പോൾ അപ്പൻ അതിൻ്റെ അടുത്ത് മറ്റു തൈകൾ 3 തൈകളുടെ അടുത്ത് തന്നെ ഈ തൈയും വെച്ചു. അതിനുശേഷം അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ഈ തൈകളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. അവൻ ശ്രദ്ധിച്ചു. എന്താ അപ്പാ? അവൻ ചോദിച്ചു. അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ഈ ചെറിയ തൈ, മോനെ ആദ്യം പറിച്ച ചെറിയ തൈ, അത് പറിക്കാൻ മോനെ ഒരു കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷേ അവസാനത്തെ തൈ, 4ാമത്തെ തൈ, അത്രയും വലിപ്പമുള്ള ഈ തൈ പറിക്കാനായിട്ട് മോൻ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലോ, കഷ്ടപ്പെട്ടല്ലോ, ത്യാഗം എടുത്തല്ലോ, വിഷമിച്ചല്ലോ, ശ്വാസം പിടിച്ച് വലിക്കേണ്ട വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ശരി, എല്ലാം അവന് മനസ്സിലായി. അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ചില ശീലങ്ങൾ, അത് നല്ല ശീലങ്ങളാണെങ്കിൽ അത് നിലനിർത്തണം. ശീലങ്ങൾ ചിലത് മോശമാണ് എങ്കിൽ അത് തുടക്കത്തിലേ തന്നെ പിഴുതെറിയണം, പറിച്ചു കളയണം, തുടച്ചു നീക്കണം, എടുത്തു മാറ്റണം. ഇല്ലെങ്കിൽ മോശമായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ രൂപപ്പെട്ടാൽ അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നീട് പറിച്ചു മാറ്റാൻ, എടുത്തു നീക്കാൻ, ഒഴിവാക്കാൻ
മുറിച്ച് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടാണ്. ശ്രമകരമായിട്ടുള്ള ജോലി പോലുമായി പോകാൻ സാധ്യതയുണ്ട് എന്ന് മകന് അപ്പൻ അങ്ങനെ ഒരു പാഠം പഠിപ്പിച്ചും പറഞ്ഞും കൊടുക്കുകയായിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, അച്ഛന് പങ്കുവയ്ക്കാനായിട്ടുള്ളതാണ്. സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും എന്ന് ചിന്തിക്കുകയാണ്. തങ്ങൾക്കിടയിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചു കിട്ടുമെന്ന ചിന്തയായിരുന്നു ശിഷ്യന്മാരുടെ ഉള്ളിൽ രൂഢമൂലമായിരുന്നത് തുടക്കം മുതലേ. കാരണം അവർ വിചാരിച്ചിരുന്ന താൻ ശിഷ്യഗണത്തിലേക്ക് അവരെ ചേർത്തത് മുതൽ അവരുടെ ചിന്ത ഇതായിരുന്നു, ഇവൻ രാജ്യം സ്ഥാപിക്കും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ഥാനങ്ങളും മാനങ്ങളും തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളൊരു ചിന്ത അവരിൽ രൂഢമൂലമായിരുന്നു, ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നു. തുടക്കം മുതലേ സംഭവിച്ചൊരു കാര്യമാണ്. കാര്യം ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈശോ അവരെ പഠിപ്പിച്ചുകൊണ്ട് വന്നിരുന്നതെങ്കിലും അവരിൽ ആഴ്ന്നിറങ്ങിയ ചിന്ത ഇതായിരുന്നു. എല്ലാ ശിഷ്യന്മാരിൽ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 37 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ സെബദി പുത്രന്മാരുടെ സാഹചര്യമാണ് അവിടെ. അവർ പറയുന്നുണ്ട് 37 മുതലുള്ള തിരുവചനങ്ങൾ. അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ, സെബദി പുത്രനായ യാക്കോബും യോഹന്നാനും, അവരിൽ പറയാണ്, ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തും മറ്റേയാൾ ഇടത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. അപ്പോൾ അവരുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരുന്ന ചിന്ത എന്തായിരുന്നു? ഈശോ ഒരു രാജ്യം സ്ഥാപിക്കും, അതിലെ സ്ഥാനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, 12 പേർക്ക്. അതിൽ ഇടത്തും വലത്തും തൊട്ടടുത്തുള്ളത് രണ്ടും ഞങ്ങൾക്ക് കിട്ടണമേ എന്നായിരുന്നു അവരുടെ അഭ്യർത്ഥന. മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ അമ്മ മൂലം വന്ന് ഈ കാര്യം ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനം. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞതാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്കാണ് അവസരം ഒരുക്കി തന്നിരിക്കുന്നത്, മറ്റാർക്കുമല്ല, നിങ്ങൾക്കാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. എന്നിട്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചും പറഞ്ഞും പകുത്തും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും സുവിശേഷം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണും, ഉപമകളിലൂടെ അവൻ അവർക്ക് കാര്യങ്ങളെല്ലാം വീണ്ടും വിശദീകരിച്ചു കൊടുത്തിരുന്നു. അവർക്ക് രഹസ്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തിരുന്നു എന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 44 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കും, നിധിയുടെ സ്വർഗരാജ്യം നിധിക്ക് തുല്യമെന്ന് പറഞ്ഞുകൊണ്ട് നിധിയുടെ ഒരു ഉപമ, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള നിധിയുടെ ഉപമ ഈശോ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണും, വിതക്കാരൻ്റെ ഉപമ ഈശോ ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം ശിഷ്യന്മാർക്ക് വേറിട്ട് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകി കടന്നു പോകുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 30 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണും, സ്വർഗരാജ്യം കടുകുമണിക്ക് സദൃശം, ഒരു അമ്മ കുഴച്ചു വെച്ച പുളിമാവിന് സദൃശം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം മുഴുവൻ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള പഠനങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം നൽകി കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് അതിൽ 60-ലെത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, തിരുവചനം പങ്കുവയ്ക്കുന്നുണ്ട്, ഈ വചനം കഠിനമാണ്, ഇത് ആർക്ക് ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈശോ പഠിപ്പിച്ചും പറഞ്ഞും അവർക്ക് കൊടുത്ത് കടന്നു പോകുമ്പോഴും അവരുടെ ചിന്ത ഭൗതികമായിട്ടുള്ള രാജ്യത്തെക്കുറിച്ചായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈശോ നൽകുമ്പോഴും അവരുടെ ചിന്ത ലോകരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു, അവിടുത്തെ സ്ഥാനമാനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളതായിരുന്നു. ഇതായിരുന്നു അവരുടെ കാരണം. എന്താ? ഇതായിരുന്നു അവരുടെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞ് ഇറങ്ങിയിരുന്നത്. അച്ഛൻ ആദ്യം പങ്കുവച്ചല്ലോ, നല്ല ശീലങ്ങൾ ആഴ്ന്ന് പതിഞ്ഞിറങ്ങണം. ദുശീലങ്ങൾ അല്ലെങ്കിൽ കൊള്ളില്ലാത്തത് ആഴ്ന്ന് മനസ്സിൽ, ജീവിതത്തിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയാൽ അത് പിന്നീട് പറിച്ചു മാറ്റുക, മുറിച്ചു മാറ്റുക എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉദാഹരണമാണ് അച്ഛൻ ആദ്യമേ പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഇവരുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരുന്ന ഇങ്ങനെ ലോകരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അത് ആണ് അവരെ ഭരിച്ചത്. അതുകൊണ്ട് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചതും പറഞ്ഞതുമൊന്നും അവർ ഗ്രഹിച്ചേയില്ല. അതാണ് പ്രിയമുള്ളവരെ. എന്നിട്ടോ
പിന്നീട് എപ്പോഴാണിത് എല്ലാം അവർ ഗ്രഹിച്ചത്? അത് പന്തക്കുസ്ത ദിന സമാഗതമായപ്പോഴാണ് അവർക്കിതെല്ലാം ഉള്ളിലേക്ക് വീണ്ടും തിരികെ കിട്ടിയത്. പ്രിയമുള്ളവർ, നമ്മൾ കാണുന്നുണ്ട് പന്തക്കുസ്തായിൽ ആത്മാവ് ഇറങ്ങി അവരുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചതും പറഞ്ഞതും എല്ലാം അന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ടുള്ള കൃപ കിട്ടി. അതാണ്. അപ്പോൾ അവസാനം പലരും രക്തസാക്ഷിത്വം വരിക്കാൻ തക്ക രീതിയിൽ പോലും ഒരുക്കമുള്ളവരായിട്ട് മാറാനായിട്ടുള്ള കൃപ കിട്ടിയത് എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് പന്തക്കുസ്ത തിരുനാളിൽ പന്തക്കുസ്ത ദിനത്തിൽ അവരുടെ മേലെ ഇറങ്ങി വന്നതോടുകൂടിയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായം മുതൽ നമ്മളത് പന്തക്കുസ്തയെക്കുറിച്ച് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ അതുവരെയും ഒരു വചനം പോലും ഈശോ അത്രയും വചനങ്ങൾ പഠിപ്പിച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും ഒരു വചനം പോലും തിരികെ പറയാനായിട്ട് സാധിക്കാതെ പോയിരുന്ന ശിഷ്യന്മാർക്ക് വചനം തുറന്നപ്പോൾ മുഴുവൻ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങളായിട്ട് മാറാനായിട്ട് ഇടയാക്കിയത് എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതോടുകൂടി. 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവർ ആത്മാവിനാൽ നിറഞ്ഞ് അവർ സംഭാഷണം നടത്തിയത് മുഴുവൻ അങ്ങനെയാണ്. പിന്നീട് എന്താ? ഭാഷാവരത്തിൽ സംസാരിച്ചു. വിവിധ ഭാഷകളിൽ അവർ കേട്ടു. ജനം കേട്ടത് തന്നെ വിവിധ ഭാഷകൾ, വ്യത്യസ്ത ഭാഷകളിൽ ഉള്ളവർ വന്നിരുന്നവർ ഇവർ പറഞ്ഞ ഭാഷ അവർക്കെല്ലാം മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ ഒരുക്കിയെന്ന് പത്രോസിൻ്റെ ദീർഘമായൊരു പ്രസംഗത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അങ്ങനെ പ്രസംഗിക്കത്തക്ക രീതിയിൽ ഒരുക്കമുള്ളവനായി പത്രോസ് മാറി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതാണ് എന്താണ് ആഴ്ന്ന് മനസ്സിൽ, ഹൃദയത്തിൽ, ജീവിതത്തിൽ പതിഞ്ഞിറങ്ങുന്നത്. അതാണ് പിന്നീട് ജീവിതത്തെ ഭരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ഉദാഹരണം, ഹെറോദേസിൻ്റെ പശ്ചാത്തലം. ഹെറോദേസിൻ്റെ ഉള്ളിൽ അധികാരഭ്രമമായിരുന്നു ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയത്. ഇവരുടെ ഉള്ളിൽ എന്താ? ഇടത്തും വലത്തും ഇരിക്കുന്ന സ്ഥാനമോഹങ്ങളൊക്കെ ആയിരുന്നു പതിഞ്ഞിറങ്ങിയത്. അതായിരിക്കരുതെന്നുള്ളതാണ് അച്ഛൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഹെറോദേസിൻ്റെ ഉള്ളിൽ അധികാരമോഹം ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നതിനാൽ ഈശോ പിറന്നു വീണത്, ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ഈശോ പിറന്നു വീണത് അദ്ദേഹത്തെ ശല്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് ശല്യം ചെയ്തു. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ 2-3 തിരുവചനങ്ങളോട് നമ്മളിത് കാണുന്നുണ്ട്. ഹെറോദേസ് അസ്വസ്ഥനായി. ഈശോ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു എന്നറിഞ്ഞതോടുകൂടി, ജ്ഞാനികളിൽ നിന്നും അറിവ് ലഭിച്ചതോടുകൂടി അദ്ദേഹം അസ്വസ്ഥനായി. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനും ദേശം മുഴുവനും അസ്വസ്ഥനായി എന്നാണ് തുടർന്ന് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ട് സംഭവിച്ചെന്താ? മത്തായിയുടെ സുവിശേഷം 2:16 നമ്മൾ കാണുന്നുണ്ട്. ഇതാണ്, ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2ഉം അതിൽ താഴെയും പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് അദ്ദേഹം വധിക്കുകയാണ്. കാരണം എന്താ? തൻ്റെ അധികാരത്തിന് ഈശോയുടെ വരവ്, അവൻ്റെ ജനനം ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഹെറോദേസ് എല്ലാ ആൺകുട്ടികളെയും വധിക്കുകയാണ്. 2 അതിൽ വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും. അതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്ന അധികാരഭ്രമമായിരുന്നു. ഇനി 3-ാമത് മറ്റൊരു ഉദാഹരണം പങ്കുവയ്ക്കാനായിട്ടുള്ളതാണ്. ഹെറോദേസ് അന്തിപ്പാസിൻ്റെ ഒരു ഉദാഹരണം വചനം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന മർക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനം അവിടെ ആ ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഇതാണ്, ഹെറോദേസ് അന്തിപ്പാസിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതാണ്, സഹോദരൻ്റെ ഭാര്യ ഹെറോദിയ, അവളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നത്. അതുകൊണ്ട് സ്നാപകൻ പറഞ്ഞതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, നീ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കി വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നത് തിരിച്ചറിയാനായിട്ട് ഉള്ള ബുദ്ധിയും ബോധവും ജ്ഞാനവും ഇതൊന്നും ഇല്ലായിരുന്നു ഹെറോദസ് അന്തിപ്പാസിന്. അപ്പോൾ അതുകൊണ്ട് സ്നാപക യോഹന്നാൻ അവസാനം സംഭവിച്ചെന്താ? അവളുടെ ഹെറോദിയയുടെ മകള് വന്ന് നൃത്തം ചെയ്തതിൻ്റെ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ആകർഷണനായ ഹെറോദേസ് അന്തിപ്പാസ് അവൾക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്, നീ എന്ത് ചോദിച്ചാൽ ഞാൻ തരും. അപ്പോൾ അവൾ അമ്മയോട് ആലോചിച്ചിട്ട് എന്ത് ചോദിച്ചു? സ്നാപക യോഹന്നാനാണ് വിരൽ ചൂണ്ടി പറഞ്ഞത്, നീ ചെയ്തത് ശരിയല്ല. ഇത് അവളെയും ഹെറോദിയെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. തെറ്റ് ചൂണ്ടിക്കാട്ടിയത് അവളെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. അവളും തക്കം പാർത്തിരിക്കുകയായിരുന്നു സ്നാപക യോഹന്നാനെ ഒന്ന് വധിക്കാനായിട്ട്. പക്ഷെ അവർക്ക് അവസരം കിട്ടിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തക്കം നോക്കിയിരുന്ന ഹെറോദിയയ്ക്ക് കിട്ടിയ അവസരമാണ് മകളുടെ നൃത്തം ചെയ്ത് കഴിഞ്ഞപ്പോൾ മകൾക്ക് ഹെറോദാസ് അന്തിപ്പാസ് കൊടുത്ത വാഗ്ദാനം, എന്ത് വേണം ചോദിച്ചുകൊള്ളുക, തന്നുകൊള്ളാം എന്നുള്ളത്. അപ്പോൾ അമ്മയോട് പോയി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ചാടി പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ് അവനെ കൊല്ലണം, ഇവനെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതാണ് സ്നാപക യോഹന്നാൻ്റെ വധത്തിന് കാരണമായത് എന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ ഇതാണ് ഹെറോദേസ് അന്തിപ്പാസിൻ്റെ ഉള്ളിൽ കയറി കൂടിയത്. ഇതാണ് സ്ത്രീയാണ്. അവൾ കയറിക്കൂടി, ബാക്കിയൊന്നും അപ്പോൾ വിഷയമല്ല. അതുകൊണ്ട് പ്രവാചകനായ സ്നാപക യോഹന്നാൻ വധിക്കപ്പെടുകയാണ്.
മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണും യൂദാസിൻ്റെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നത് എന്താണ്? ധനമോഹമാണ്. ധനമോഹം ആഴ്ന്ന് പതിഞ്ഞ് അവൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നതിനാൽ അവന് ബാക്കിയൊന്നും വിഷയമായിരുന്നില്ല. കാര്യം ബാക്കി 11 പേരോട് കൂടിയും ഈശോയോടൊപ്പവും നടന്നിരുന്നതാണ്. പക്ഷേ അതൊന്നും അവനെ ബാധിച്ചില്ല. ഈശോ പറഞ്ഞ വചനമൊന്നും അവനെ തൊട്ടില്ല, അവൻ്റെ ജീവിതത്തിൽ തൊട്ടില്ല. ശിഷ്യന്മാരുടെ സൗഹൃദവും സ്നേഹവും ഒന്നും അവൻ്റെ ജീവിതത്തിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. കാരണം എന്താണ്? അവൻ്റെ ഉള്ളിൽ ധനമോഹം കയറിക്കൂടിയിരുന്നു, അത് ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണും, ഒരു തൈലാഭിഷേക വേളയിൽ യൂദാസ് ഇടപെടുന്നുണ്ട്. യൂദാസ് പറഞ്ഞു, എന്തിനാണ് ഈ പാഴ്ചെലവ്? എന്തിനാണ് ഈ പാഴ്ചെലവ്? ഈ തൈലം 300 ദനാർക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ഈ യൂദാസ് ചോദിക്കുന്നുണ്ട്. തുടർന്ന് വചനം പറഞ്ഞിട്ട് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിട്ടല്ല, അവരോട് കാര്യമോ ഇഷ്ടം ഉണ്ടായിട്ടല്ല, അവരുടെ ഉന്നമനത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടല്ല, മറിച്ച് പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീണിരുന്നത് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ധനമോഹം അവനിൽ ആഴ്ന്നു പതിഞ്ഞിരുന്നതിനാൽ ഈശോ അവന് 3 പ്രാവശ്യം വാണിംഗ് കൊടുത്തിരുന്നു. ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. 1-ാമത്തെ വാണിംഗ് യൂദാസിന് നൽകിയതാണ് ഈശോ, സ്നേഹപൂർവ്വം നൽകിയതാണ്. ശാസനാരൂപത്തിലല്ല, പേടിപ്പിച്ചുകൊണ്ടല്ല, ദേഷ്യപ്പെട്ടുകൊണ്ടല്ല, സൗമ്യമായിട്ട് അവനോട് പങ്കുവച്ചു കൊടുത്താണ്. രണ്ടാമതായിട്ട് ലൂക്കായുടെ സുവിശേഷം 22-21 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണും, ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ കൈ മേശമേൽ തന്നെ ഉണ്ട് എന്ന് ഈശോ സൂചന നൽകി. അതും ഗ്രഹിച്ചില്ല, യൂദാസ് അത് ഗ്രഹിച്ചില്ല. മൂന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6:70 പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ പിശാചാണ് എന്ന്. 3-ാമത്തെ വാണിംഗ് ഇച്ചിരി ഗൗരവത്തിലാണ് ഈശോ കൊടുത്തത്. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്, പൈശാചിക പ്രവണതയുണ്ട് ഒരുവനിൽ എന്ന്. ആരാന്നും പറഞ്ഞില്ല. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ വളരെ ഹൃദയപൂർവ്വമാണ് ഈ സൂചന നൽകിയത്. എന്നിട്ട് ഇങ്ങനെ പ്രിയമുള്ളവരെ 3 പ്രാവശ്യം യൂദാസിന് അവസരം കൊടുത്താണ് തിരിച്ചു വരാൻ. പക്ഷേ ഗവനിച്ചില്ല. കാരണം ധനമോഹം അവൻ്റെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നു. ഈ ദുശീലം അവനിൽ ആഴ്ന്ന് പറഞ്ഞിരുന്നാൽ ഈശോയുടെ വചനങ്ങളൊന്നും അവനെ തൊട്ടില്ല. പ്രിയമുള്ളവരെ, 5-ാമത്തെ മറ്റൊരു ഉദാഹരണം പങ്കുവയ്ക്കാനായിട്ടുള്ളതാണ് ഈജിപ്തിലെ മാംസത്തിൻ്റെ രുചി. ഈജിപ്തിൽ നിന്നും ലഭിച്ചിരുന്ന ലഭിച്ചിരുന്ന ഈജിപ്തുകാർ നൽകിയിരുന്ന മാംസത്തിൻ്റെ രുചി അവരുടെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നതിനാൽ ദൈവം കാനാൻ നാട്ടിലേക്ക് നയിച്ച സന്ദർഭത്തിൽ നൽകിയ വിലപ്പെട്ട അപ്പത്തിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് അവർ പരാജയപ്പെട്ടു പോയി. നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം, ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന് മോശയോട് പറഞ്ഞ് കയർക്കുന്ന സന്ദർഭമുണ്ട്. അതായത് ഇവർക്ക് ഒരു അധ്വാനത്തിൻ്റെ ആവശ്യം വന്നിരുന്നില്ല. പോയി പെറുക്കിങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ദൈവം അവരെ നയിച്ചതാണ്. അപ്പോൾ അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നതിനൊന്നും വിലയില്ല എന്നുള്ളതൊരു സൂചന നൽകുന്നുണ്ടേ. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അധ്വാനിക്കാതെ നമ്മൾക്ക് എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വിലയില്ല. വിലപിടിപ്പുള്ളതായിരിക്കും, പക്ഷേ വിലയില്ലാത്തതായിട്ട് നമ്മൾ കാണും. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പണ്ടേ ദൈവമായ കർത്താവ് ആദ്യ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ വിയർപ്പ് ഒഴുക്കി അധ്വാനിക്കേണ്ടി വരുമെന്നുള്ള സൂചന കൊടുത്തതിൻ്റെ അർത്ഥം അതാണ്. കാരണം വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കുന്നതിനെ വിലയുള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നതിന് ഒന്നും വിലയില്ല. അത് വിലകെട്ടതായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടിയിരുന്ന അല്പമായിരുന്നെങ്കിലും അത് ഈജിപ്തിൽ നിന്നും കിട്ടിയിരുന്ന ആ മാംസത്തിൻ്റെ രുചി അവരെ പിടിച്ചു കുലുക്കി. അതുകൊണ്ട് ഇവർക്ക് നൽകിയ വിലപ്പെട്ട അപ്പത്തിൻ്റെ വില അവർക്ക് മനസ്സിലാക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ അവർ പരാജയപ്പെട്ടു, ഇസ്രായേൽ ജനം. നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം ഇപ്രകാരം പറഞ്ഞു, മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെകളിൽ വേണ്ടുവോളം അപ്പവും ദൈവം തരും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ദൈവം മന്നയും കാടഭക്ഷ്യം അവർക്ക് നൽകിയത്. എന്നിട്ടും ഈ വിലപ്പെട്ട അപ്പത്തിൻ്റെ വില മനസ്സിലാക്കുന്നതിൽ പ്രിയമുള്ളവർ അവർ പരാജയപ്പെട്ടു. കാരണം ഈജിപ്തിൽ നിന്നും കിട്ടിയിരുന്ന
തൊട്ട് നക്കയും തിന്നാൻ മാത്രം കിട്ടിയിരുന്ന മാംസത്തിൻ്റെ രുചി മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, പത്രോസ്ലിഹയുടെ ജീവിതത്തെക്കുറിച്ചുകൂടെ ഒന്ന് കണ്ടുപോകുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പത്രോസ്ലിഹയോട് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, 13-ാമത്തെ അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങളിലൂടെ ഈശോ പറഞ്ഞു, നീ എന്നെ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം രാത്രി നീ എന്നെ നിഷേധിക്കും എന്ന് നേരിട്ട് പത്രോസിനോട്, ശിഷ്യനായ പത്രോസിനോട് ഈശോ പറഞ്ഞതാണ്. പക്ഷെ അവനത് ഗവനിച്ചില്ല, അവൻ്റെ ഉള്ളിലത് കയറിയില്ല. കാരണം അവന് ശ്രദ്ധിച്ചില്ല. കാരണം എന്താ, ശ്രേഷ്ഠ ശിഷ്യൻ എന്ന ചിന്ത അവനെ മതിച്ചിരുന്നു. അതായിരുന്നു അവൻ്റെ ഉള്ളിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നത്. അപ്പോൾ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചിന്ത അവനിൽ ആഴ്ന്ന് പതിഞ്ഞിറങ്ങിയിരുന്നതിനാൽ അവനോട് ഈശോ കൊടുത്ത കാര്യങ്ങളൊന്നും, അവന് ഈശോ പങ്കുവെച്ചു കൊടുത്ത കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് 3 പ്രാവശ്യവും പറഞ്ഞതുപോലെ തന്നെ ഈ ശിഷ്യൻ നിഷേധിക്കുകയാണ്. എന്നിട്ട് 3-ാമത്തെ പ്രാവശ്യം കോഴി കൂവുന്ന സ്വരം കേൾക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്, ഈ അബദ്ധം പറ്റിപ്പോയല്ലോ, കർത്താവ് പറഞ്ഞതാണല്ലോ. അപ്പോഴേക്കും അവിടെ എല്ലാം കഴിഞ്ഞെല്ലാം തിരികെ കയറി വന്നു. ഈശോ പറഞ്ഞിരുന്നതാണല്ലോ, ഗുരു പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ, മനംനൊന്ത് കരഞ്ഞു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചിലതൊക്കെ ആഴ്ന്ന് പതിഞ്ഞു പോയാൽ അതോടുകൂടി നമ്മുടെ ആത്മീയ ജീവിതം എല്ലാം തകരാറിലാവും. പരിത്യാഗം പോകും, നന്മ പോകും, പ്രാർത്ഥന പോകും, ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ പോകും, സഹനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം കിടക്കുന്നത് എന്താ, വേറെ എന്തൊക്കെയോ ചില കൊള്ളരുതായ്മകൾ ആഴ്ന്ന് പതിഞ്ഞിറങ്ങി കിടക്കുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, തിരുത്തണം, തിരിച്ചു വരണം. ഇത് കർത്താവ് നമ്മളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്, പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് എന്തെങ്കിലും ചിലപ്പോൾ അധികാരമായിരിക്കും, ചിലപ്പോൾ പണഭ്രമമായിരിക്കും, അല്ലെങ്കിൽ ധനഭ്രമമായിരിക്കാം, ചിലപ്പോൾ ചിലർക്ക് വസ്ത്രങ്ങളോടായിരിക്കാം, ചിലപ്പോൾ ആഡംബരങ്ങളോടായിരിക്കാം, ചിലപ്പോൾ ആഭരണങ്ങളോടായിരിക്കാം. ഇങ്ങനെയുള്ള ഭ്രമങ്ങളൊക്കെ, അല്ലെങ്കിൽ ചിലതൊക്കെ ആസക്തികളായിരിക്കാം. വൈകാരിക തലങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താ, ഭക്ഷണാസക്തി, ലൈംഗിക ആസക്തി, ഇതൊക്കെ ആയിരിക്കാം. ഇത് എന്താണെങ്കിലും ആഴ്ന്നു പതിഞ്ഞു പോയാൽ അത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഇങ്ങനെയുള്ള മോശമായ ശീലങ്ങൾ ആഴ്ന്നു പതിഞ്ഞു പോകാതിരിക്കാൻ, ഇറങ്ങാതിരിക്കാൻ, ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക് ആഴ്ന്നു പതിഞ്ഞിറങ്ങാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നും സുവിശേഷം നമ്മളെ പല വിധത്തിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് ഇന്ന് കർത്താവ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദൈവികമായിട്ടുള്ള സ്വരം. നമുക്ക് തിരിച്ചറിയാനായിട്ട് കർത്താവ് കൂടുതൽ ശക്തി നമ്മുടെ ധ്യാനത്തിലൂടെ, മനനത്തിലൂടെ, ചിന്തകളിലൂടെ അത് സ്വീകരിക്കാനായിട്ട്, ഉൾക്കൊള്ളാനായിട്ട് പറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.